Hi dears, Assalamualaikum, welcome back. ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് അരിപ്പൊടിയും റവയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് തലേ ദിവസം അരി അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം അതിനു വേണ്ടിയിട്ട് ഒരു അര കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നോളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര കപ്പ് റവയിലേക്ക് 1 കപ്പ് അരിപ്പൊടി കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു അര കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, 1 കപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. സാധാരണ ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ ഞാനൊരു അരക്കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ അപ്പക്കാരം ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചുറ്റിച്ചിട്ടുണ്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചെറിയ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് അങ്ങ് അടച്ചു വെക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ കുറച്ചൊക്കെ സോഫ്റ്റ്നെസ്സിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ അതെല്ലാം കുറച്ച് ക്രിസ്പി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ അപ്പോൾ ഇത് കുറച്ചൊന്ന് ക്രിസ്പി ആയതിനു ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അടിഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് വരും. അപ്പോൾ ഈ രീതിയിൽ കഴിക്കുമ്പോൾ ചൂടോടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറായി രാവിലെ നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനാണല്ലോ ഏറ്റവും മടിയുള്ളൊരു സമയം, എന്നെ അപേക്ഷിച്ചിട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു ദിവസം നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.